വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നിങ്ങൾക്ക് ഏവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ടീച്ചിങ് ജോബ്സ് UAE അൺലോക്ഡ് എന്ന സീരീസിന്റെ ഭാഗമായിട്ടുള്ള വീഡിയോസ് നമ്മളിപ്പോൾ റീസ്റ്റാർട്ട് ചെയ്യുകയാണ്. ഈ വീഡിയോസിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം കറൻ്റ്ലി UAE അവൈലബിൾ ആയിട്ടുള്ള ടീച്ചിങ് ജോബ് വേക്കൻസീസ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുകയാണ്. ഈ വേക്കൻസീസ് നിങ്ങൾക്ക് നിങ്ങളുടെ എക്സ്പീരിയൻസ് ആൻഡ് നിങ്ങളുടെ ക്വാളിഫിക്കേഷൻസ് അതുമായിട്ട് മാച്ച് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ടീച്ചിങ് ജോബ് ഓപ്പർച്യൂണിറ്റീസിന് അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് നേരെ നമ്മളുടെ വീഡിയോയിലേക്ക് പോകാം. ടീച്ചിങ് ജോബ്സ് UAE അൺലോക്ഡ് എന്ന സീരീസിന്റെ ഭാഗമായിട്ടുള്ള 27ാമത്തെ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. നമുക്ക് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ഇവിടെ ഒരു ഡിസ്ക്ലെയിമർ കൊടുത്തിട്ടുണ്ട്. അതായത് നമ്മുടെ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള വേക്കൻസീസ് എല്ലാം നമ്മൾ മാക്സിമം വെരിഫൈ ചെയ്തതിന് ശേഷമാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പം നിങ്ങൾ നിങ്ങളുടേതായ രീതിയിലും വെരിഫൈ ചെയ്തതിന് ശേഷം മാത്രം അപ്ലൈ ചെയ്യുക. ഇനി ആരെങ്കിലും അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങളോട് ക്യാഷ് ചോദിക്കുകയാണെങ്കിൽ ഒരിക്കലും കൊടുക്കാതിരിക്കുക. അങ്ങനെയുള്ള ജോബ്സ് ഒക്കെ ഫേക്ക് ആയിരിക്കും. അപ്പം നിങ്ങൾ നിങ്ങളുടേതായ രീതിയിൽ വെരിഫൈ ചെയ്തതിന് ശേഷം മാത്രം അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക. ഇനി ആദ്യത്തെ വേക്കൻസി നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഇത് ജംസ് എഡ്യൂക്കേഷന് കീഴിലുള്ള സ്കൂളിലേക്കുള്ള ഒരു വേക്കൻസിയാണ്. അപ്പോൾ ഇവിടെ അവൈലബിൾ ആയിട്ടുള്ള വേക്കൻസീസ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ 4 പൊസിഷൻസ് ആണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പം ഈ പൊസിഷൻസ് അപ്ലൈ ചെയ്യാൻ വേണ്ട ക്വാളിഫിക്കേഷൻസ് ഇവിടെ താഴെ തന്നെ കൊടുത്തിട്ടുണ്ട്. ഓരോ വേക്കൻസി പൊസിഷൻ്റെയും താഴെ തന്നെ ക്വാളിഫിക്കേഷൻസ് കൊടുത്തിട്ടുണ്ട്. അപ്പം നിങ്ങൾ ഈ ക്വാളിഫിക്കേഷൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ CV ഈ കൊടുത്തിരിക്കുന്ന ഇമെയിൽ IDയിലേക്ക് ഇമെയിൽ ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പം ഇനി നിങ്ങൾക്കൊരു ATS ഫ്രണ്ട്ലി CV ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ ഈ കൊടുത്തിരിക്കുന്ന ഇമെയിൽ IDയിലേക്ക് നിങ്ങളുടെ CV അറ്റാച്ച് ചെയ്ത് ഒരു കവർ ലെറ്ററും തയ്യാറാക്കി അയക്കാവുന്നതാണ്. ഇനി നിങ്ങൾക്ക് ATS ഫ്രണ്ട്ലി CV ഇല്ല, കവർ ലെറ്ററും ഇല്ല എങ്കിൽ നിങ്ങൾക്ക് ഈ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്ത് ഇവരുടെ സർവീസ് യൂസ് ചെയ്യാവുന്നതാണ്. വളരെ പ്രൊഫഷണൽ ആയിട്ട് തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ CVയും കവർ ലെറ്ററും ഒക്കെ ഇവർ ചെയ്തു തരും. ഇനി അതുകൂടാതെ പല സ്കൂളുകളും ഇപ്പം റിക്രൂട്ട്മെന്റ് ടൈമിൽ തന്നെ ഈക്വലൻസി ചോദിക്കാറുണ്ട്. ഇനി ഈക്വലൻസി എന്ന് പറയുന്ന ഒരു ലെങ്തി പ്രോസസ്സാണ്, എല്ലാവർക്കും അറിയാമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഈ ലെങ്തി പ്രോസസ്സിന് നിങ്ങൾ സ്വന്തമായിട്ട് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ പല ടൈമിലും റിജക്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായി നിങ്ങൾക്ക് ഡിലേ ഉണ്ടാവും. അപ്പോൾ ഇത് റിജക്ഷൻസ് ഒന്നും ഇല്ലാതെ വളരെ പ്രൊഫഷണലായിട്ട് തന്നെ ചെയ്യാൻ ഇവരെ തന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. നിങ്ങൾ ഈ വാട്സപ്പ് നമ്പറിൽ ജസ്റ്റ് മെസ്സേജ് ചെയ്യുക, വിളിക്കാതിരിക്കുക, ജസ്റ്റ് മെസ്സേജ് ചെയ്യുക, അവർ നിങ്ങളെ കോൺടാക്ട് ചെയ്തോളും. ഇനി രണ്ടാമത്തെ ജോബ് വേക്കൻസി എന്ന് പറയുന്നത് അമിറ്റി പ്രൈവറ്റ് സ്കൂൾ ഷാർജയിലാണ്. അപ്പം ഇവിടെ കറൻ്റ്ലി അവൈലബിൾ ആയിട്ടുള്ള വേക്കൻസീസ് ഇവിടെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. വളരെ ഏറെ ടീച്ചിങ് പൊസിഷൻസ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുണ്ട്. അപ്പോൾ ഈ പൊസിഷൻസിന് അപ്ലൈ ചെയ്യാനായിട്ട് നിങ്ങളുടെ CV ഈ കൊടുത്തിരിക്കുന്ന ഇമെയിൽ IDയിലേക്ക് ഫോർവേഡ് ചെയ്യുക. അപ്പോൾ നിങ്ങൾ ക്വാളിഫൈഡ് ആണെങ്കിൽ തീർച്ചയായിട്ടും കവർ ലെറ്ററൊക്കെ വെച്ച് വേണം നിങ്ങളുടെ CV അറ്റാച്ച് ചെയ്ത് അയക്കാനായിട്ട്. ജസ്റ്റ് ബ്ലാങ്ക് ആയിട്ട് ഒരിക്കലും നിങ്ങളുടെ CV അറ്റാച്ച് ചെയ്ത് അയക്കരുത്. ഇനി മൂന്നാമത്തെ ജോബ് വേക്കൻസി നോക്കുകയാണെങ്കിൽ ഇന്ത്യൻ എക്സലന്റ് പ്രൈവറ്റ് സ്കൂൾ ഷാർജയിലേക്കുള്ള വേക്കൻസിയാണ്. അപ്പം ഇവിടെ അവൈലബിൾ ആയിട്ടുള്ള വേക്കൻസി എന്ന് പറയുന്നത് ഫീമെയിൽ സൂപ്പർവൈസർ ആണ്. അപ്പം കറൻ്റ്ലി UAEയിലുള്ളവർക്കും ഈ കൊടുത്തിരിക്കുന്ന എക്സ്പീരിയൻസ് നിർബന്ധമായിട്ടും ഉള്ളവർക്ക്, അതായത് ഷാർജയിലെ പ്രൈവറ്റ് എഡ്യൂക്കേഷൻ അതോറിറ്റിയുടെ എക്സ്പീരിയൻസ് റിക്വയർമെൻ്റ് ആണ്. ഈ റിക്വയർമെൻ്റ് ഉണ്ട് എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് അവിടെ വർക്ക് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഈ റിക്വയർമെൻറ്റുകൾ നിങ്ങൾ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ CV ഈ കൊടുത്തിരിക്കുന്ന ഇമെയിൽ IDയിലേക്ക് അയച്ചു കൊടുക്കാവുന്നതാണ്. ഇനി നാലാമത്തെ ജോബ് വേക്കൻസി എന്ന് പറയുന്നത് ഫിസിക്സ് ടീച്ചർ വേക്കൻസിയാണ്. ഇത് ഷാർജ ഇന്റർനാഷണൽ പ്രൈവറ്റ് സ്കൂളിലേക്കുള്ള വേക്കൻസിയാണ്. MOE സെക്ഷൻ, മിനിസ്റ്റർ ഓഫ് എഡ്യൂക്കേഷൻ സെക്ഷൻ ഫിസിക്സ് ടീച്ചറാണ്. അപ്പം ഇവിടെ വേണ്ട റിക്വയർമെൻറ്റുകൾ നിങ്ങൾക്ക് ഫിസിക്സിൽ ബാച്ചിലേഴ്സ് ഡിഗ്രി ഉണ്ടായിരിക്കണം, ടീച്ചിങ് ക്വാളിഫിക്കേഷൻ ഉണ്ടായിരിക്കണം, പിന്നെ UAE MOE കരിക്കുലം പഠിപ്പിച്ച എക്സ്പീരിയൻസ് ഉള്ളവരായിരിക്കണം, ഫ്ലുവൻസി ഇൻ അറബിക് ആൻഡ് ഇംഗ്ലീഷ് ബോത്ത് റിട്ടൺ ആൻഡ് സ്പോക്കൺ. നിങ്ങൾ അത്യാവശ്യം അറബിക് അറിയാവുന്നവർക്ക് ഇത് നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ്. ഇനി അറബിക് അറിയില്ലെങ്കിൽ പോലും ജസ്റ്റ് അപ്ലൈ ചെയ്ത് നോക്കുക. ഇനിയും അവരുടെ റിക്വയർമെൻറ്റ്സ് എല്ലാം ഇന്റേണലി ചേഞ്ച് ചെയ്യുകയാണെങ്കിൽ അവർ നിങ്ങളുടെ CV സെലക്ട് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. പിന്നെ പ്രിഫേർഡ് എന്ന് പറയുന്നത് പ്രീവിയസ് UAE എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് പ്രിഫറൻസ് കിട്ടും. നിങ്ങളുടെ CV ഈ കൊടുത്തിരിക്കുന്ന ഇമെയിൽ IDയിലേക്ക് ഫോർവേഡ് ചെയ്യുക. ഇനി അടുത്ത റിക്രൂട്ട്മെന്റ് എന്ന് പറയുന്നത് ക്യാപിറ്റൽ സ്കൂളിലേക്കാണ്. ക്യാപിറ്റൽ സ്കൂളിൽ പ്രൈമറി ടീച്ചേഴ്സിൻ്റെ വേക്കൻസിയാണുള്ളത്. അപ്പം ഈ വേക്കൻസിക്ക് നിങ്ങൾ ബ്രിട്ടീഷ് കരിക്കുലം സ്കൂളാണ്, അത്യാവശ്യം ബ്രിട്ടീഷ് കരിക്കുലത്തിലൊക്കെ എക്സ്പീരിയൻസ് ഉള്ള നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ്. നിങ്ങളുടെ CV ഈ കൊടുത്തിരിക്കുന്ന ഇമെയിൽ IDയിലേക്ക് ഫോർവേഡ് ചെയ്യുകയാണ് വേണ്ടത്. ആറാമത്തെ ജോബ് വേക്കൻസി എന്ന് പറയുന്നത്
അൽ സാദിഖ് ഇസ്ലാമിക് ഇംഗ്ലീഷ് സ്കൂൾ ദുബായിലേക്കുള്ള വേക്കൻസിയാണ്. ഇതൊരു ബ്രിട്ടീഷ് കരിക്കുലം സ്കൂളാണ്. അപ്പം അടുത്ത അധ്യയന വർഷം, അതായത് 2026-2027 അധ്യയന വർഷത്തേക്കുള്ള വേക്കൻസീസ് ആണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ ഇവിടെ അവൈലബിൾ ആയിട്ടുള്ള വേക്കൻസി പൊസിഷൻസ് പ്രൈമറി ഇംഗ്ലീഷ് ടീച്ചർ, പ്രൈമറി മാത്സ് ടീച്ചർ, ഹോം റൂം ടീച്ചർ, ICT ടീച്ചർ, സോഷ്യൽ സ്റ്റഡീസ് ടീച്ചർ, ഇസ്ലാമിക് ടീച്ചർ, അറബിക് സെൻ ടീച്ചർ. അപ്പം ഈ ടീച്ചേഴ്സിൻ്റെയൊക്കെ വേക്കൻസീസ് ആണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പം ഇതിന് അപ്ലൈ ചെയ്യുവാനായിട്ട് അതിന് റെലവെൻ്റ് ആയിട്ടുള്ള ക്വാളിഫിക്കേഷൻസ് ഉണ്ടായിരിക്കണം. അതുകൂടാതെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം, അതിൻ്റെ സർട്ടിഫിക്കറ്റ്സും ഉണ്ടായിരിക്കണം. ഈ പറഞ്ഞിരിക്കുന്ന എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ്സ് എല്ലാം അറ്റസ്റ്റഡ് ആയിരിക്കണം. ഇനിയും പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ്, നാട്ടിൽ നിന്നുള്ള പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് മാൻഡേറ്ററി ആണ്. അപ്പോൾ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ്. നാട്ടിൽ നിന്ന് പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് ജോബ് സെലക്ട് ആയതിനു ശേഷം വാങ്ങി വെക്കുന്നതായിരിക്കും നല്ലത്. ഇനി അതല്ല UAE വിസിറ്റിംഗ് വിസയിലേക്ക് വരാനിരിക്കുന്നവരാണെങ്കിൽ നേരത്തെ വാങ്ങിച്ചു വെച്ച് കഴിഞ്ഞാൽ അത് നല്ലതാണ്. അത് നമ്മൾ പോലീസ് സ്റ്റേഷനിൽ പോയല്ല വാങ്ങേണ്ടത്, പാസ്പോർട്ട് സേവാ കേന്ദ്ര വഴിയാണ് വാങ്ങേണ്ടത്. അപ്പോൾ അതിന് ജസ്റ്റ് ഓൺലൈനിൽ കയറി അപ്ലൈ ചെയ്ത് വേണം നിങ്ങൾ ആ സർട്ടിഫിക്കറ്റ് വാങ്ങുവാനായിട്ട്. അപ്പം ഈ കൊടുത്തിരിക്കുന്ന ഇമെയിൽ ID-യിലേക്ക് നിങ്ങളുടെ CV അയച്ചു കൊടുക്കുക. നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ ക്രൈറ്റീരിയാസ് എല്ലാം അവർക്ക് സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ അവർ നിങ്ങളെ കോണ്ടാക്ട് ചെയ്യുന്നതാണ്. ഇനി അടുത്ത വേക്കൻസി എന്ന് പറയുന്നത് നഴ്സറി ടീച്ചർ വേക്കൻസിയാണ്. ഇത് ഗമ്മേബേർ നഴ്സറിയിലേക്കുള്ള വേക്കൻസിയാണ് ദുബായിലുള്ള. അപ്പം ഇവിടെ അവർക്ക് വേണ്ട റിക്വയർമെൻറ്റുകളിലൂടെ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. മിനിമം 2 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം, കാഷ്വൽ ലെവൽ 3 ക്വാളിഫിക്കേഷൻ ഉണ്ടായിരിക്കണം, അത് KSDA അപ്രൂവ്ഡ് ആയിട്ടുള്ള ക്വാളിഫിക്കേഷൻ വേണം. സ്ട്രോങ് കമ്മ്യൂണിക്കേഷൻ, ക്ലാസ് റൂം മാനേജ്മെൻറ്റ് സ്കിൽ, ഈ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പറഞ്ഞിരിക്കുന്ന പൊസിഷന് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇവിടെ ഒരു കൃത്യമായ ഒരു കാര്യം കൂടെ അവർ പറഞ്ഞിട്ടുണ്ട്, ഇമീഡിയറ്റ് ജോയിനേഴ്സ് ആയിരിക്കണം. ഇപ്പോൾ കറൻ്റ്ലി UAE-യിലുള്ളവർക്ക് ഇത് നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ്. ഈ ക്വാളിഫിക്കേഷനുള്ള കറൻ്റ്ലി ഇപ്പോൾ UAE-യിൽ വർക്ക് ചെയ്ത് അല്ലെങ്കിൽ ഒരു മിനിമം 2 വർഷത്തേക്ക് എക്സ്പീരിയൻസ് ഉള്ളവർക്ക് ഇത് നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ്. നിങ്ങളുടെ CV ഈ കൊടുത്തിരിക്കുന്ന ഇമെയിൽ ID-യിലേക്ക് അയച്ചു കൊടുക്കുക. ഇനിയും അടുത്ത വേക്കൻസി എന്ന് പറയുന്നത് ദുബായ് ബ്രിട്ടീഷ് സ്കൂളിലേക്കുള്ള വേക്കൻസിയാണ്. അപ്പം ഇവിടെ അവൈലബിൾ ആയിട്ടുള്ള പൊസിഷൻസ് ഹോം റൂം ടീച്ചർ, പിന്നെ സെക്കൻഡറി പൊസിഷൻസ് ആർട്ട് ടീച്ചർ, ബിസിനസ് സ്റ്റഡീസ് ആൻഡ് എക്കണോമിക്സ്, PE ടീച്ചർ, സയൻസ് ടീച്ചർ, ഇംഗ്ലീഷ് ടീച്ചർ, ഈ പൊസിഷൻസിലേക്കൊക്കെ മാക്സിമം അപ്ലൈ ചെയ്യുക. അപ്ലൈ ചെയ്യുവാനായിട്ട് നിങ്ങൾ ടെസ് വഴിയാണ് അപ്ലൈ ചെയ്യേണ്ടത്. ടെസ്സിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. വളരെ ഫേമസ് ആയിട്ടുള്ള റിക്രൂട്ടിംഗ് വെബ്സൈറ്റാണ് ടെസ്. അപ്പം അതുവഴിയാണ് നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടത്. ഇനി 9ാമത്തെ ടീച്ചിങ് വേക്കൻസി എന്ന് പറയുന്നത് ഇത് ഒരു വാക്ക് ഇൻ ഇൻ്റർവ്യൂ ആണ്. അതായത് ഈ വരുന്ന മെയ് 2-ാം തീയതി, അതായത് ശനിയാഴ്ച, ദുബായിലുള്ള ഹാംപ്ടൺ ഹൈറ്റ്സ് സ്കൂളിലാണ് ഈ റിക്രൂട്ട്മെന്റ് നടക്കുന്നത്. ഇവിടെ അവൈലബിൾ ആയിട്ടുള്ള വേക്കൻസി പൊസിഷൻസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഈ വേക്കൻസി പൊസിഷൻസ് നിങ്ങൾക്ക് ഈ താഴെ പറഞ്ഞിരിക്കുന്ന റിക്വയർമെൻറ്റുകൾ നിങ്ങൾക്ക് സാറ്റിസ്ഫൈ ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ ഡയറക്റ്റായിട്ട് പോയി വാക്ക് ഇൻ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുക. അപ്പം അറ്റൻഡ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതിന് നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ്. അപ്പം ഇവിടെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യം പറയുന്നുണ്ട്, നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് MOFA അറ്റസ്റ്റഡ് ആയിരിക്കണം. പിന്നെ അതുകൂടാതെ ജെന്യൂനിറ്റിയും ഈക്വലൻസിയും ഇനിഷ്യേറ്റ് ചെയ്തിരിക്കണം. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ഇപ്പോൾ പല സ്കൂളുകളും ഈക്വലൻസി ചോദിക്കുന്നുണ്ടെന്ന്. അപ്പം നിങ്ങൾക്ക് ഈ ഈക്വലൻസി ഒക്കെ ചെയ്യാനായിട്ട് ഇവരുടെ സർവീസ് യൂസ് ചെയ്യാവുന്നതാണ്. പക്ഷേ അപ്പം ഇതിന് കുറച്ച് ടൈം എടുക്കും. നമുക്കിപ്പോൾ കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ കിട്ടില്ല. അപ്പം ഇപ്പം നിങ്ങൾക്ക് ജെന്യൂനിറ്റിയും ഇക്വലൻസി ഇല്ല എങ്കിൽ അതൊരു ബുദ്ധിമുട്ടാണ് ഈ ഇൻ്റർവ്യൂവിന് അറ്റൻഡ് ചെയ്യാനായിട്ട്. പക്ഷേ ഇനിഷ്യേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിലും അവർ ആക്സെപ്റ്റ് ചെയ്യും. സ്റ്റാർട്ട് ചെയ്തതിൻ്റെ എന്തെങ്കിലും പ്രൂഫ് നമ്മളവിടെ കാണിച്ചാൽ മതി. ഇനിയും ഈ പറഞ്ഞിരിക്കുന്ന ക്വാളിഫിക്കേഷൻസും റിക്വയർമെൻറ്റും സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല എങ്കിൽ അവർ നിങ്ങളെ അകത്തേക്ക് കയറ്റി വിടുകയില്ല. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. പോകുന്നതിന് മുമ്പ് ഇതെല്ലാം സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ എന്ന് നോക്കിയിട്ട് മാത്രം പോകുക. അല്ലെങ്കിൽ ഈ UAE അത്യാവശ്യം നല്ല ചൂടാണ്. ഈ ചൂടത്ത് അവിടെ പോയി നമ്മൾ വെറുതെ നിൽക്കേണ്ടതായിട്ട് വരും. ഇനിയും 10ാമത്തെ ജോബ് വേക്കൻസി എന്ന് പറയുന്നത് വുഡ്ലം പാർക്ക് സ്കൂളിലേക്കുള്ള വേക്കൻസിയാണ്. വുഡ്ലം പാർക്ക് ഹമീദിയ പ്രൈവറ്റ് സ്കൂളിലേക്കുള്ള അജ്മാനിലെ വേക്കൻസിയാണ്. അപ്പോൾ ഇവിടെ ഓപ്പൺ ആയിട്ടുള്ള പൊസിഷൻ എന്ന് പറയുന്നത് PE ടീച്ചർ, ഫീമെയിൽ PE ടീച്ചറിൻ്റെ വേക്കൻസിയാണുള്ളത്. അപ്പം ഇതിന് വേണ്ട റിക്വയർമെൻറ്റ് എന്ന് പറയുന്നത് ഫിസിക്കൽ എഡ്യൂക്കേഷനിൽ ബാച്ചിലേഴ്സോ മാസ്റ്റേഴ്സോ ഉണ്ടായിരിക്കണം. പിന്നെ അതുകൂടാതെ ആർട്ട് ടീച്ചർ, ഫൈൻ ആർട്സിൽ ബാച്ചിലേഴ്സോ മാസ്റ്റേഴ്സോ ഉണ്ടായിരിക്കണം. നിങ്ങൾ 4-ാം തീയതിക്ക് മുമ്പായിട്ട് അപ്ലൈ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഈ കൊടുത്തിരിക്കുന്ന ഇമെയിൽ ID-യിലേക്ക് നിങ്ങളുടെ CV അയച്ചു കൊടുക്കുക.
ഇനിയും 11ാമത്തെ ജോബ് വേക്കൻസി എന്ന് പറയുന്നത് സിറ്റി പ്രൈവറ്റ് സ്കൂൾ അജ്മാനിലേക്കുള്ള വേക്കൻസിയാണ്. അപ്പം ഇവിടെ അവൈലബിൾ ആയിട്ടുള്ള വേക്കൻസീസ് ഏകദേശം 5 വേക്കൻസീസ് അവൈലബിൾ ആയിട്ടുണ്ട്. ഇവിടെ റിക്വയർമെന്റിൽ ഇവിടെയും കൃത്യമായിട്ട് ഈക്വലൻസി പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈക്വലൻസി എടുത്തു വെക്കുക എന്നുള്ളത് ഇപ്പം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യമാണ്. ഈക്വലൻസി ഇല്ല എങ്കിൽ ഇപ്പം നിങ്ങൾ UAE കറൻ്റ്ലി ജോബ് ഹണ്ടിങ് നടത്തുന്നവരാണെങ്കിൽ ഇപ്പോൾ തന്നെ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. ഈ ഈക്വലൻസി എത്രയും വേഗം എടുത്തു വെക്കുക. പിന്നെ നിങ്ങളുടെ CV ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ CV ഈ കൊടുത്തിരിക്കുന്ന ഇമെയിൽ ഐഡിയിലേക്ക് അയച്ചു കൊടുക്കുക. ഇനി 12ാമത്തെ ജോബ് വേക്കൻസി എന്ന് പറയുന്നത് ബ്രൈറ്റ് ഫ്യൂച്ചർ പ്രൈവറ്റ് സ്കൂളിലേക്കുള്ള വേക്കൻസിയാണ്. അപ്പം ഇവിടെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി നാഷണാലിറ്റിക്ക് അപ്ലൈ, ഏത് നാഷണാലിറ്റി ആണെങ്കിലും നിങ്ങൾക്ക് ഇവിടെ അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പം ഈ കൊടുത്തിരിക്കുന്ന പൊസിഷൻസിനെല്ലാം ഏത് നാഷണാലിറ്റി ആണെങ്കിലും അപ്ലൈ ചെയ്യാൻ സാധിക്കും. പക്ഷേ ഈ താഴെ കൊടുത്തിരിക്കുന്ന വേക്കൻസി, ഈ 2 വേക്കൻസിക്ക് നേറ്റീവ് സ്പീക്കേഴ്സിനെ മാത്രമേ ഒരു പരിഗണിക്കുകയുള്ളൂ. പിന്നെ ഇവിടെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. എല്ലാ ഡിഗ്രിയും നിങ്ങളുടെ എല്ലാ ഡിഗ്രീസും റെഗുലറും ഫുൾ ടൈമും ആയിരിക്കണം. ഡിസ്റ്റൻസ് ഡിഗ്രി ഇവർ അക്സെപ്റ്റ് ചെയ്യില്ല. പിന്നെ 2 വർഷത്തെ എക്സ്പീരിയൻസ് മിനിമം ഉണ്ടായിരിക്കണം. പിന്നെ UAE സ്കൂൾ എക്സ്പീരിയൻസ് ഒരു പ്ലസ് ആണ്, ഒരു അഡ്വാൻറ്റേജ് ആണ്. ഇനി നിങ്ങളുടെ CV ഇതിന് അപ്ലൈ ചെയ്യുവാനായിട്ട് ഈ കൊടുത്തിരിക്കുന്ന ഇമെയിൽ ഐഡിയിലേക്ക് അയച്ചു കൊടുക്കുക. ഇനിയും 13ാമത്തെ ജോബ് വേക്കൻസി എന്ന് പറയുന്നത് അമേരിക്കൻ സ്കൂൾ ഓഫ് ക്രിയേറ്റീവ് സയൻസ്, ഷാർജയിലുള്ള അമേരിക്കൻ സ്കൂൾ ഓഫ് ക്രിയേറ്റീവ് സയൻസിലുള്ള കെമിസ്ട്രി ടീച്ചർ വേക്കൻസി പൊസിഷനാണ്. അപ്പോൾ ഇതിന് അപ്ലൈ ചെയ്യാനായിട്ടുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ആ ലിങ്കിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് അതിൻ്റെ റിക്വയർമെൻറ്റുകളും കാര്യങ്ങളൊക്കെ വായിച്ച് നോക്കിയതിന് ശേഷം നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇനി 14ാമത്തെ ജോബ് വേക്കൻസി എന്ന് പറയുന്നത് യുണൈറ്റഡ് ഇന്റർനാഷണൽ പ്രൈവറ്റ് സ്കൂളിലേക്കാണ്. ഇത് ബനിയാസിലാണ്, അതായത് അബുദാബിയിലും ബനിയാസിലാണ്. അമേരിക്കൻ കരിക്കുലം സ്കൂളാണ്. ഇവിടെ അവൈലബിൾ ആയിട്ടുള്ള ടീച്ചിങ് പൊസിഷൻസ് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ റിക്വയർമെൻറ്റുകളും കൃത്യമായിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഈ റിക്വയർമെൻറ്റുകൾ നിങ്ങൾ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങളുടെ CV ഈ കൊടുത്തിരിക്കുന്ന ഇമെയിൽ ഐഡിയിലേക്ക് അയച്ചു കൊടുക്കാവുന്നതാണ്. ഇമെയിൽ ഐഡിയിലേക്ക് അയച്ചു കൊടുക്കുമ്പോൾ കൃത്യമായിട്ട് നിങ്ങളുടെ CV അപ്ഡേറ്റഡ് ആയിട്ടുള്ള CV അറ്റാച്ച് ചെയ്യുക. അതുകൂടാതെ തന്നെ ഇമെയിലിന് ഒരു ബോഡി ഉണ്ടായിരിക്കണം. അത് മാൻഡേറ്ററി ആണ്. പിന്നെ നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന പൊസിഷൻ ഏതാണെന്ന് കൃത്യമായിട്ട് സബ്ജക്ട് ലൈനിലും മെൻഷൻ ചെയ്യുക. ഇനി 15ാമത്തെ ജോബ് വേക്കൻസി എന്ന് പറയുന്നത് ബ്ലൂംസ് വേൾഡ് അക്കാഡമി ദുബായിലേക്കാണ്. അപ്പോൾ ഇവിടെ അവൈലബിൾ ആയിട്ടുള്ള വേക്കൻസീസ് 4 വേക്കൻസീസ് ആണുള്ളത്. ഈ 4 വേക്കൻസീസ് ആക്സസ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ഇതിൻ്റെ ഡീറ്റെയിൽസ് വായിച്ച് നോക്കുക. നിങ്ങൾ ക്വാളിഫൈഡ് ആണെങ്കിൽ തീർച്ചയായിട്ടും അപ്ലൈ ചെയ്യുക. ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ടീച്ചേഴ്സ് ആയിട്ടുള്ള ഫ്രണ്ട്സിന് ഈ വീഡിയോ ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ഇറ്റ്സ് മീ സന്ദീപ് സൈനിങ് ഓഫ്. ബൈ ബൈ.